ഇന്ന് ഞാൻ പറയുന്ന 5 സ്റ്റെപ്പുകൾ എൻ്റെ കൂടെ ഫോളോ ചെയ്താൽ ഇൻവെസ്റ്റിംഗ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് എൻ്റെ കൂടെ തുടങ്ങാം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആദ്യത്തെ 100 500 എവിടെ എങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് നിങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവും. സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ തന്നെ കുറച്ച് ID കാർഡുകളും ഡോക്യുമെൻറ്റുകളും എടുത്ത് കയ്യിൽ വെക്കണം. ആദ്യമായിട്ട് നമ്മുടെ ഐഡൻറ്റിറ്റി പ്രൂഫിനായിട്ട് പാൻ കാർഡ് നിർബന്ധമായിട്ടും വേണം. ഇത് ഇവിടെ പറയുന്നത് പോലെ നിങ്ങളുടെ ITR നെയിം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ പാൻ കാർഡ് തന്നെ വേണമെന്ന് പറയുന്നത്. ഇനി രണ്ടാമത് അഡ്രസ് പ്രൂഫിനായിട്ട് ആധാർ കാർഡ് വേണം. മാത്രമല്ല ആധാർ കാർഡ് ഫോണുമായിട്ട് ലിങ്ക്ഡും ആയിരിക്കണം. ഇനി മൂന്നാമത് പ്രൂഫ് ഓഫ് ബാങ്ക്. അതെന്താണ് എന്ന് ഞാൻ മുന്നോട്ട് പറയാം. ഈ 3 ഡോക്യുമെൻസും ആദ്യം തന്നെ എടുത്ത് കയ്യിൽ വെച്ചാൽ പ്രോസസ്സിൻ്റെ ഇടയിൽ ബ്രേക്ക് ആയി പോയില്ല. എൻ്റെ കൂടെ നിങ്ങൾക്ക് ഇതെല്ലാം ചെയ്യാം, മനസ്സിലാക്കാം. അപ്പോൾ സ്റ്റെപ്പ് 1 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 2. അപ്പോൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിമാറ്റ് അക്കൗണ്ട് വേണം. ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാതെയും മ്യൂച്വൽ ഫണ്ടിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. പക്ഷേ ഞാനിപ്പോൾ പറയുന്നത് നമുക്ക് എങ്ങനെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻഡിവിജ്വൽ സ്റ്റോക്ക് വാങ്ങിക്കാം, മ്യൂച്വൽ ഫണ്ടുകൾ വാങ്ങിക്കാം, ട്രേഡ് ചെയ്യാം, ഇതെല്ലാം ചെയ്യാൻ പറ്റുന്ന തരത്തിലൊരു ഡിമാറ്റ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യുന്നത് എങ്ങനെയാണ് എന്നാണ്. ഡിമാറ്റ് അക്കൗണ്ട് ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന മാർഗ്ഗം വേണമെങ്കിൽ പിന്നീട് ഒരു വീഡിയോയിൽ നമുക്ക് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ അത് താഴെ പറഞ്ഞാൽ മതിയാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പിൽ ഈ ഡോക്യുമെൻറ്റ്സ് ഒക്കെ എടുത്തു വെച്ചത് നമുക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അടുത്തതായിട്ട് എന്താണ് വേണ്ടത്? നമുക്ക് ഈ ഡിമാറ്റ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന പ്ലാറ്റ്ഫോം കണ്ടുപിടിക്കണം. ഞാനിവിടെ റാൻഡമായിട്ട് അപ്സ്റ്റോക്സ് ആണ് എടുത്ത് നിങ്ങളെ ഇന്ന് കാണിക്കുന്നത്. നിങ്ങൾക്ക് ഫോൺ എടുത്തിട്ട് സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഏത് പ്ലാറ്റ്ഫോം എടുത്ത് നമുക്ക് ഒരു ഡിമാറ്റ് അക്കൗണ്ട് സെറ്റപ്പ് ചെയ്യാം. ഗ്രോ, സെറോദ, ഫയേഴ്സ്, അപ്സ്റ്റോക്ക്, ദൻ, ഏഞ്ചൽ വൺ തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഈ പറഞ്ഞതിൽ ഏതെങ്കിലുമൊക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യണം എങ്കിൽ നിങ്ങൾ താഴെ പറഞ്ഞാൽ ഞാൻ അതും ചെയ്യാം. ഇപ്പോൾ സാമ്പിളായിട്ട് വളരെ റാൻഡമായിട്ട് ഞാൻ അപ്സ്റ്റോക്സ് എടുത്ത് കാണിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ പ്ലേ സ്റ്റോറിലോ ആപ്പ് സ്റ്റോറിലോ കയറി അവരുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അതല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ അവരുടെ വെബ്സൈറ്റിൽ കയറിയിട്ടും നമുക്ക് ഈ കാര്യങ്ങളെല്ലാം സെറ്റപ്പ് ചെയ്യാം. അപ്പോൾ ഫോൺ നമ്മുടെ എല്ലാവരുടെയും കയ്യിലുണ്ടല്ലോ. അപ്പോൾ പിന്നെ ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നതാണ് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഇനി സ്റ്റെപ്പ് 3, നമ്മൾ ആ ആപ്പ് ഓപ്പൺ ആക്കിയിട്ട് അക്കൗണ്ട് ഫുള്ള് സെറ്റപ്പ് ചെയ്യുന്ന പ്രോസസ്സാണ്. അപ്പോൾ ഞാൻ ഈ മേളിൽ പറഞ്ഞ ഡോക്യുമെൻറ്റ്സ് എല്ലാം പേപ്പർ ഫോർമാറ്റിൽ ഫില്ല് ചെയ്തിട്ട് ഈ കമ്പനിക്ക് കൊറിയർ ചെയ്ത് കൊടുത്താലും നമുക്കിത് ചെയ്യാം. പക്ഷേ ഇപ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇന്ത്യയിലാണ് താമസിക്കുന്നത് എങ്കിൽ ഈ എല്ലാ കാര്യങ്ങളും നമുക്ക് ഓൺലൈനായിട്ട് ചെയ്യാവുന്നത് കൊണ്ട് തന്നെ ആ ഒരു മാർഗ്ഗം വഴി പോകണമെന്ന് ഞാൻ ഒരിക്കലും സജസ്റ്റ് ചെയ്യില്ല. ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഇരുന്നുകൊണ്ട് തന്നെ ഇതെല്ലാം ചെയ്യാം. അപ്പോൾ നമ്മൾ ഡൗൺലോഡ് ചെയ്ത് വെച്ച ആപ്പ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എന്തൊക്കെ ചെയ്യണം എന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിക്കാം. അപ്പോൾ ആദ്യത്തെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ഫോൺ നമ്പർ അടിച്ചു കൊടുക്കുക. സൈൻ അപ്പിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ തന്നെ നമുക്കൊരു OTP വരും. ആ OTP എൻ്റർ ചെയ്ത് കൊടുക്കുക. അടുത്തത് പാൻ നമ്പർ അടിച്ചു കൊടുക്കുക. കൂടെ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്. നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നിങ്ങൾ പ്രൊസീഡ് ചെയ്യുമ്പോൾ തന്നെ ഡിജി ലോക്കർ വഴി ആധാർ വെരിഫൈ ചെയ്യാൻ പറയും. ഇവിടെ പ്രത്യേകിച്ച് നിങ്ങൾ ഒന്നും ചെയ്യേണ്ടതായിട്ടില്ല. വെരിഫൈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും. ഇനി നിങ്ങൾക്ക് ഡിജി ലോക്കർ അക്കൗണ്ട് ഇല്ല എങ്കിലും ഇത് വർക്ക് ചെയ്യും, പേടിക്കേണ്ട. ഒരേ ഒരു കാര്യം, നിങ്ങളുടെ ഫോൺ നമ്പർ ആധാറുമായിട്ട് ലിങ്ക്ഡ് ആയിരിക്കണം എന്ന് മാത്രം. അപ്പോൾ നിങ്ങൾ ആധാർ നമ്പർ അടിച്ചു കൊടുക്കുക, വെരിഫിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അവിടെ നിന്ന് നമ്മൾ വീണ്ടും പ്രൊസീഡ് ചെയ്യുമ്പോൾ പാൻ കാർഡ് അപ്ലോഡ് ചെയ്യാൻ പറയും. നമ്മുടെ ക്യാമറ യൂസ് ചെയ്ത് ഒരു ഫോട്ടോ എടുത്ത് അപ്പോൾ തന്നെ നമുക്ക് അപ്ലോഡ് ചെയ്യാം. ആ ഫോട്ടോയുടെ ക്വാളിറ്റി ഇവരുടെ സിസ്റ്റം ചെക്ക് ചെയ്തിട്ട് അക്സെപ്റ്റ് ആയാൽ നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് പോകാം. ക്വാളിറ്റി മോശമാണ് എങ്കിൽ വീണ്ടും നമ്മുടെ ക്യാമറ യൂസ് ചെയ്ത് ഒരു ഫോട്ടോയും കൂടെ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുക. അങ്ങനെ ക്വാളിറ്റി ഓക്കെ ആവുന്ന സമയത്ത് നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് പോകാം. നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഒരു സെൽഫി എടുക്കുന്ന സ്റ്റെപ്പാണ്. ഈ ഡോക്യുമെൻ്റ് എല്ലാം കൊടുത്ത ആൾ തന്നെയാണ് ഈ അക്കൗണ്ട് എടുക്കുന്നത് എന്ന് ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ സ്വന്തമായിട്ടുള്ള ഫോട്ടോ നമ്മുടെ ക്യാമറ യൂസ് ചെയ്ത് അപ്പോൾ തന്നെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ അപ്ലോഡ് ചെയ്യാം. നമ്മുടെ ക്യാമറയിലേക്കുള്ള ആക്സസ് ഈ ആപ്പ് ചോദിക്കും, അത് അലൗ ചെയ്യുക. നിങ്ങൾ പല ആപ്പുകളും ഉപയോഗിക്കുമ്പോൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ക്യാമറ ഓപ്പൺ ആക്കുക, നമ്മുടെ ഫോട്ടോ എടുക്കുക, അപ്ലോഡ് ചെയ്യുക. ആ സ്റ്റെപ്പ് കഴിഞ്ഞാൽ അടുത്തത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ സൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അത് സൈൻ ചെയ്യാനായിട്ട് സൈൻ ചെയ്യുക എന്നുള്ള ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അതായത് ഫിസിക്കലി സൈൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. അതിനുശേഷം ആധാർ വെച്ച് വീണ്ടും വെരിഫൈ ചെയ്യാൻ ചോദിക്കും, അതും ചെയ്യുക. OTP വരും, അതും കൊടുക്കുക. തീർന്നു. ഇത്രയേ ഉള്ളൂ. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് 48 മണിക്കൂറിനകം ശരിയാകും. 48 മണിക്കൂറൊന്നും എടുക്കാൻ പോകുന്നില്ല. മിക്ക കേസസിലും വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ട് റെഡി ആയിട്ട് നമുക്ക് കിട്ടും. അത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ലോഗിൻ ചെയ്ത് നമ്മുടെ ബാങ്ക് അക്കൗണ്ടുമായിട്ട് കണക്ട് ചെയ്യാം. ബാങ്ക് ഡീറ്റെയിൽസ് അടിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ബാങ്ക് പ്രൂഫ് ഇതിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ബാങ്കിലുള്ള പണം ഇങ്ങോട്ട് കൊണ്ടുവരാനോ അതല്ലെങ്കിൽ നമ്മുടെ ഈ അക്കൗണ്ടിൽ കിടക്കുന്ന പണം നമ്മുടെ ബാങ്കിലേക്ക് തിരിച്ചിടാനോ ഒക്കെ സാധിക്കും. ഇനി സ്റ്റെപ്പ് നമ്പർ 4, അക്കൗണ്ട് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഒന്നും അറിയാത്ത ഒരാൾക്ക് എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്നുള്ള കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. എവിടെ ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് ഞാനിപ്പോൾ പറയാം. നിങ്ങളുടെ ആദ്യത്തെ 200 രൂപയോ 500 രൂപയോ അതൊക്കെ യൂസ് ചെയ്ത് നിങ്ങൾ ചെയ്യാൻ പോകുന്ന SIP ഏതെങ്കിലും ഒരു ഇൻഡെക്സ് ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തോളൂ.
ഇൻഡെക്സ് ഫണ്ട് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് കമ്പനീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന മ്യൂച്വൽ ഫണ്ടുകളാണ്. ഇനി അതല്ല എങ്കിൽ ഈ കാണുന്ന നിഫ്റ്റി ബീസ് എന്ന് കാണുന്ന ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുക. ഇതും സെയിം സംഭവം തന്നെയാണ്. രണ്ടും ബേസിക്കലി വളരെ സിമിലർ ആണ്. ഒന്ന് മ്യൂച്വൽ ഫണ്ടാണ്, മറ്റൊന്ന് ETF ആണ് എന്ന് മാത്രം. ഇത് രണ്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും ടോപ്പ് കമ്പനീസിലാണ്. അപ്പോൾ ഇത് രണ്ടും കിട്ടാനായിട്ട് ഈ സെർച്ച് ബാറിൽ കയറി നിഫ്റ്റി ബീസ് എന്ന് സെർച്ച് ചെയ്യുക, അതല്ലെങ്കിൽ ഇൻഡെക്സ് ഫണ്ട് എന്ന് സെർച്ച് ചെയ്യുക. നിങ്ങളുടെ ആദ്യത്തെ 100, 200, 500 ഒക്കെ മനസമാധാനമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ ഈ സ്ഥലം മതിയാകും. അപ്പോൾ സ്റ്റെപ്പ് 4 കഴിഞ്ഞു. ഇനി സ്റ്റെപ്പ് 5. അപ്പോൾ ഈ സ്റ്റെപ്പ് 4 വരെ ആയപ്പോൾ തന്നെ തുടങ്ങാൻ മടി പിടിച്ച് നിൽക്കുന്ന നിങ്ങൾക്ക് ഇത്രയും ചെയ്യുമ്പോൾ തന്നെ സ്റ്റാർട്ടിങ് ട്രബിൾ അങ്ങ് മാറിക്കിട്ടും. ഇനി മുന്നോട്ട് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ നേരത്തെ ചെയ്ത ആ ഇൻഡെക്സ് ഫണ്ടിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാം. ബിഗിനേഴ്സിന് വളരെ നല്ലൊരു ഓപ്ഷൻ തന്നെയാണ്. പക്ഷേ നിങ്ങൾ അവിടെ നിർത്തണമെന്നില്ല, പതിയെ കൂടുതൽ പഠിക്കാൻ ശ്രമിക്കുക. ഈ കാണുന്ന ഗോൾ ബേസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് വീഡിയോ കാണുക. അതിനുശേഷം ഈ കാണുന്ന ഇൻഡെക്സ് ഫണ്ടിനെ പറ്റിയുള്ള വീഡിയോ കാണുക. ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് ഓവറോൾ ബിഗിനർ ഇൻവെസ്റ്റിങ്ങിനെ പറ്റി മാത്രം എക്സ്പ്ലെയിൻ ചെയ്ത് ഒരുപാട് വീഡിയോസ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റാണ് നിങ്ങളിപ്പോൾ ഇവിടെ കാണുന്നത്. സമയം പോലെ അതെല്ലാം കാണാൻ ശ്രമിക്കുക. അവിടെ നിന്ന് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരുപാട് ഡൈവേഴ്സിഫൈ ചെയ്ത് പല സ്ഥലത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള അറിവുണ്ടാകും. കൂടുതൽ വീഡിയോസ് ആ പ്ലേലിസ്റ്റിൽ ഞാൻ ഇനിയും ആഡ് ചെയ്യുന്നുണ്ടായിരിക്കും. നിങ്ങളുടെ ഒരുപാട് സംശയങ്ങൾ അവിടെ നിന്നും ക്ലിയർ ആയിട്ട് കിട്ടും. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ ശ്രമിച്ചത് നിങ്ങളുടെ ആദ്യത്തെ 100, 200, 500 രൂപയൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിളോട് കൂടി നിന്ന് നിങ്ങളുടെ മുന്നിൽ നിന്നും ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റി ആദ്യത്തെ ആ ഇൻവെസ്റ്റ്മെൻറ്റ് തുടങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു കാര്യം ഈ ഒരു വീഡിയോയിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും എന്ന് എനിക്ക് 100% വിശ്വാസമുണ്ട്. പിന്നെ വേറൊരു കാര്യം, ഇൻവെസ്റ്റിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ മുന്നോട്ട് ഇൻവെസ്റ്റിംഗ് ബെറ്റർ ആക്കി കൊണ്ടുവരാനും ശ്രമിക്കണം. അവിടെ നിങ്ങൾ ഒരിക്കലും മടി കാണിക്കരുത്. നിങ്ങൾക്ക് അതെല്ലാം ഈസിയാക്കി തരാനായിട്ട് ഞാൻ ഇഷ്ടംപോലെ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. സമയം പോലെ അതൊക്കെ കണ്ടോളൂ. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ ചോദിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.